നമ്മൾ മലയാളികൾക്ക് ശ്ലീലം ചർച്ച ചെയ്യാനല്ല, അശ്ലീലം ചർച്ച ചെയ്യാനാണ് ഏറ്റവും താല്പര്യം. അത് എത്രയോ കാലങ്ങളായിട്ട് പണ്ടുകാലം മുതൽ ഇങ്ങുവരെ പല സംഭവങ്ങൾ എടുത്താൽ, കഴിഞ്ഞ 100 വർഷത്തെ മലയാളികളുടെ ചരിത്രമെടുത്താൽ, അശ്ലീലം ചർച്ച ചെയ്യാൻ ഇത്രയും താല്പര്യമുള്ള ഒരു സമൂഹം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. മലയാളി എന്നും മലയാളി തന്നെ. ശ്ലീലമല്ല, അശ്ലീലമാണ് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല. ഇത് പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ഒരു IAS ഓഫീസർ ഒരു മന്ത്രിയെ ആശ്ലേഷിക്കുന്ന ഒരു ചിത്രം, ഇമേജ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് സോഷ്യൽ മീഡിയ ഇട്ടതിനെ പറ്റിയുള്ള എത്രയെത്ര ചർച്ചകളാണ്, എത്രയെത്ര കമൻറ്റുകളാണ്, എത്രയെത്ര അശ്ലീല കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദിവ്യ എസ് അയ്യർ, കോൺഗ്രസ് നേതാവ് കൂടിയായ KS ശബരിനാഥന്റെ ഭാര്യ, അതിവിടെ പറയണമില്ല. ഭാര്യയായ IAS ഓഫീസർ, പത്തനംതിട്ട ജില്ലാ കളക്ടർ, കുറച്ചുനാൾ മുമ്പ് അവിടെ പത്തനംതിട്ടയിൽ സന്ദർശനം നടത്തി അവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വിലയിരുത്തിപ്പോയ അന്നത്തെ പട്ടികജാതി പട്ടികവർഗ വികസന ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണനെ അവർ തമ്മിൽ കണ്ടപ്പോൾ, കളക്ടറേറ്റിൽ വെച്ച് കണ്ടപ്പോൾ, IAS ഓഫീസറായ ദിവ്യ എസ് അയ്യർ മന്ത്രി K. രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന ആ ഒരു ബാക്ക് വ്യൂ ഇമേജ്, മന്ത്രിയുടെ മുഖം കാണാം, ഇങ്ങനെ ആശ്ലേഷിക്കുന്നത് ദിവ്യ എസ് അയ്യറാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. ഈ പടം എടുത്തത്, മൊബൈൽ ക്യാമറയിലായി എടുത്തത് സ്വന്തം ഭർത്താവ് KS ശബരിനാഥനാണ്. കോൺഗ്രസ് നേതാവ് ആയിരുന്ന G. കാർത്തികേയൻ്റെ മകൻ, മുൻ MLA, മുതിർന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മുതിർന്ന ഒരു ഭാരവാഹി കൂടിയൊക്കെ ആയ ശബരിനാഥൻ. ഇതോടൊപ്പം വേറെ 2 ഇമേജ് ഫോട്ടോകൾ കൂടി ദിവ്യ എസ് അയ്യർ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതായത് K. രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് ജയിച്ചു, LDFന്റെ ഏക MP, ആലത്തൂരിൽ നിന്ന് ജയിച്ചു. അദ്ദേഹം അതുകൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു. ആ ഒരു അവസരത്തിൽ പകരം മന്ത്രി വന്നു. ആ ഒരു അവസരത്തിൽ ഒരു ഓർമ്മ, നല്ലൊരു ഓർമ്മ, അല്ലെ ഒരാളെ ആദരിക്കൽ. അപ്പോൾ ദിവ്യ എസ് അയ്യർ പറഞ്ഞത്, ഇത്രയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മതിപ്പ് തോന്നി. അപ്പം അങ്ങനെ അദ്ദേഹത്തോടൊരു താല്പര്യം, വളരെ പോസിറ്റീവായ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ. അത് പ്രശ്നം ഇപ്പം എന്താണ്, ഒരു ഇടതുപക്ഷ മന്ത്രിയെ, ഇപ്പം ഇടതുപക്ഷ MP-യെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായ IAS ഓഫീസർ ആശ്ലേഷിച്ചത് മഹാ അശ്ലീലമായി പോയി, അല്ലെ മഹാ തെറ്റായി പോയി. എത്രയെത്ര കമൻറ്റുകളാണ് വരുന്നത്. മലയാളിക്ക് അശ്ലീലമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് പോകും. ഇതൊക്കെ കണ്ടു കേട്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഈ ദിവ്യ എസ് അയ്യർ മന്ത്രി K. രാധാകൃഷ്ണനെ ഇങ്ങനെ ആശ്ലേഷിക്കുമ്പോൾ ജാതിയോ മതമോ ഒന്നും അവർ ആലോചിച്ചിട്ടുണ്ടാവില്ല. അതല്ലേ സത്യം. അവരോ മന്ത്രി K. രാധാകൃഷ്ണനോ ആലോചിച്ചിട്ടുണ്ടാവില്ല. അതൊരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരു ആദരവാണ്, ഒരു സ്നേഹമാണ്. അവരിപ്പോൾ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ പ്രതികരിച്ചിട്ടുണ്ട്. ദിവ്യ എസ് അയ്യർ അവരിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വിസിലിൻ്റെ, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ MD കൂടിയാണ്. കളക്ടർ സ്ഥാനം ഒഴിഞ്ഞിട്ടും അവിടേക്കാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞത്, ഈ സ്നേഹത്തിനും എന്ത് പ്രോട്ടോക്കോൾ, ഇങ്ങനെ വിവാദങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നതിൽ, നെഗറ്റീവായിട്ട് കാണുന്നതിൽ അവർക്ക് വലിയ വിഷമം തോന്നി എന്നാണ് അവർ ഇപ്പം കുറേ സമയം മുമ്പ് പ്രതികരിച്ചത്. ഞങ്ങൾക്കും തോന്നിയതാണ്, എന്തിനാണ് ഇതിനകത്ത് ജാതിയും മതവും കൊണ്ടിരുന്നത്. ചില ദളിത് പ്രവർത്തകർ പോലും അത് ഏറ്റുപിടിച്ചു. ദളിതരെ ഇനിയും ഇങ്ങനെ ആശ്ലേഷിക്കാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചുകൊള്ളുക എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ വരുന്നു ദളിതരുടെ ഭാഗത്തുനിന്ന്. മറുഭാഗത്ത് ദിവ്യ എസ് അയ്യർ എന്നുള്ളത് ആള് എന്താ, അയ്യർ എന്ന വാല് ഇതുവരെ മുറിച്ചു കളയാഞ്ഞത്. ഒരു വാല് മുറിച്ച് കളഞ്ഞില്ലെങ്കിലും തീരുന്നതാണ് ജാതി മത ചിന്ത എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയത്, ദിവ്യ എസ് അയ്യർ മന്ത്രി രാധാകൃഷ്ണനെ ആശ്ലേഷിച്ചപ്പോൾ
അവിടെ ജാതിയോ മതമോ അത്തരം ചിന്തകളോ പരിഗണനയോ ഒന്നുമില്ല. ഒരു നല്ല മന്ത്രിയുടെ, ഒരു മികച്ച മന്ത്രിയുടെ പ്രവർത്തനത്തെ ഒരു IAS ഓഫീസർ, ഒരു ജില്ലാ കളക്ടർ, അല്ലെ ഏത് പോസ്റ്റിൽ ഇരിക്കുന്ന ആളാവട്ടെ, അതിനെ മാനിക്കുന്നു എന്ന ഒരു കാര്യമാണ്. ഇപ്പം അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ, ആ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ദിവ്യ എസ് അയ്യർ 2-3 ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതിൽ ഇത് മാത്രം എടുത്ത് ആഘോഷിക്കുന്ന ഈ മലയാളി മനസ്സുണ്ടല്ലോ, ഇതൊരു തരം രോഗാതുര മനസ്സാണ്. ഈ രോഗം ബാധിച്ച മനസ്സുകളാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. ആർക്കും ആരോടും ആദരവ് തോന്നാം, സ്നേഹം തോന്നാം. അത് ചിലപ്പോൾ നമ്മൾ ഒരു വിഷിൽ, അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ, അല്ലെങ്കിൽ ഒരു ചിരിയിൽ, അല്ലെ ഒരു കണ്ണ് ചിമ്മുന്നതിൽ നമ്മൾ ചിലപ്പോൾ അവസാനിപ്പിക്കാം. ചിലപ്പോൾ നമ്മൾ കൈയൊന്നും കൊടുത്തെന്നിരിക്കാം, ചിലപ്പോൾ നമ്മളൊന്ന് ചേർത്ത് പിടിച്ചെന്നിരിക്കുക. ഇതിലൊക്കെ അശ്ലീലം കാണുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം മനസ്സിലാവുന്നതായിരിക്കും, മലയാളിക്ക് ഈ അശ്ലീല ചിന്തയില്ലാതെ ജീവിക്കാൻ വയ്യ. അതിന് തെളിവാണ് നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകൾ, അതേപോലെയുള്ള മറ്റ് മാധ്യമങ്ങളിൽ വരുന്ന പൈങ്കിളി വാർത്തകൾ. പൈങ്കിളി എഴുതിയാൽ അത് വായിക്കാൻ, കുറച്ചുകൂടെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കമ്പി ചേർത്തെഴുതിയാൽ, ഇത്തിരി കമ്പി സന്ദേശം ചേർത്തെഴുതിയാൽ, കരക്കമ്പിയുടെ ചേർത്തെഴുതിയാൽ അത് വായിക്കാനോ യൂട്യൂബിൽ അത് കാണാനോ ചാനലുകളിൽ അത്തരം ചർച്ചകളിൽ അത് കണ്ടിരിക്കാനൊക്കെ മലയാളിക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അത് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ചാരക്കേസ് മുതൽ, അല്ലെ അതിനു മുമ്പുള്ള മാധ്യമ ചരിത്രമോ മറ്റു ചരിത്രമോ, പിന്നെ എത്രയോ സംഭവങ്ങളുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നീണ്ടു. അതിന് ഭയങ്കര താല്പര്യമാണ്. അപ്പം അതിൻ്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ് ഈ മന്ത്രി രാധാകൃഷ്ണൻ ദിവ്യ എസ് അയ്യർ ഈ എപ്പിസോഡ്. ഇതും ഒരു എപ്പിസോഡായിട്ട് ഒരു പൈങ്കിളി പിന്നെ പരമ്പര പോലെ ടെലിവിഷനിൽ വരുന്ന, അല്ല ഇപ്പം യൂട്യൂബിൽ വരുന്ന ഒരു പൈങ്കിളി സംഭവം പോലെ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അവർക്ക് ജാതിയില്ല, അവർക്ക് മതമില്ല, ആ ആശ്ലേഷണത്തിൽ ഇതൊന്നും അവർക്കില്ല. അവർ ചേർത്ത് പിടിച്ചു. ആ മന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ മികവിൽ തോന്നിയ ഒരു ആദരവ് അവർ പ്രകടിപ്പിച്ചു. മന്ത്രി അതിനോട് ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു, അതിനെ സ്വീകരിച്ചു. ഇപ്പം അദ്ദേഹം സ്ഥാനമൊഴിയുമ്പോൾ, അദ്ദേഹം MP ആയിട്ട് ലോക്സഭയിലേക്ക് പോകുമ്പോൾ അത് ആ ഓർമ്മപ്പെടുത്താൻ, ഒരു ആദരവ് രേഖപ്പെടുത്താൻ വേണ്ടി അത് ഇട്ടു. ഇതിലൊക്കെ എന്താണ് തെറ്റ്? ഇതൊക്കെയാണോ നമ്മൾ ആഘോഷിക്കേണ്ടുന്ന വിഷയങ്ങൾ, അല്ലെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ? ഇതൊക്കെ തന്നെയാണ്. വേറെ എത്രയോ ഇതിനേക്കാൾ പ്രാധാന്യമുള്ള വേറെ എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരു ചർച്ചയുമില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് മലയാളി അന്നും ഇന്നും എപ്പോഴും എവിടെ നിൽക്കുന്നു? ശ്ലീലവശത്തല്ല, മലയാളി എന്നും അശ്ലീലവശത്താണ് നിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണ് ഈ വിവാദം.